എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയൊരു ക്ലാസ്സാണിത്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം? ഇരവികുളം നാഷണൽ പാർക്കാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറയിലാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം? 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം? വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി? ജയശ്രീയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം? ഓപ്പറേഷൻ ബ്രഹ്മയാണ് മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത? സുഹറ സിറാജാണ് എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സിന്ദൂറാണ് 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത്? നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം? തമിഴ്നാടാണ് മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം?
ഉത്തരാഖണ്ഡാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഗുജറാത്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം അസമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമമായ മൊതേര ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമമായ മൊതേര. ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ആഗസ്റ്റ് 23-ന്. 2023 ആഗസ്റ്റ് 23-നാണ് ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1. 2025 നവംബർ 1-നാണ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം കേരള സഫാരിയാണ് കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം? കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം. 2026 ബുക്കർ പ്രൈസ് ജേതാവ്? യാങ് സുവാങ് സായാണ് 2026 ബുക്കർ പ്രൈസ് ജേതാവ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഷിമോൺ സഗാകുച്ചി, മേരി ഇ ഫ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ എന്നിവർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറേറ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്കിനും മൈക്കിൾ എച്ച് ഡെവോറേറ്റിനും ജോൺ എം മാർട്ടിനസിനുമാണ് 2025 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മോക്കിറിനും ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹോവിയറ്റിനുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ? വിയപുരം ചുണ്ടനാണ് 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്? ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ? VS അച്യുതാനന്ദൻ,
KT തോമസ്, P നാരായണൻ. VS അച്യുതാനന്ദന് മരണാനന്തരവും KT തോമസിന് പൊതുപ്രവർത്തനത്തിനും P നാരായണന് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയ്ക്കുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: വെള്ളാപ്പള്ളി നടേശൻ, മമ്മൂട്ടി. വെള്ളാപ്പള്ളി നടേശന് പൊതുപ്രവർത്തനത്തിനും മമ്മൂട്ടിക്ക് കലയ്ക്കുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ: A.E. മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ. A.E. മുത്തുനായകത്തിന് ശാസ്ത്രത്തിനും, കലാമണ്ഡലം വിമല മേനോന് മോഹിനിയാട്ടത്തിനും, കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് പരിസ്ഥിതി പ്രവർത്തനത്തിനുമാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാർഷൽ. ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് ആര്? സുപ്രിയ സാഹു. സുപ്രിയ സാഹു ആണ് 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത്. 2025 UN യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് ജിനാലി മോദി. ജിനാലി മോദിയാണ് 2025 UN യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത്. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ശാരദ. നടി ശാരദയാണ് 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത്. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ക്രിസ്റ്റി കോവൻട്രി. ക്രിസ്റ്റി കോവൻട്രിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ. തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സി ജോസഫ് വിജയാണ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ. വിശ്വനാഥ് സിൻഹയാണ് നിലവിലെ കേരള ചീഫ് സെക്രട്ടറി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. നിലവിലെ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യനാണ് 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. നിലവിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പി സതീദേവിയാണ് നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിൻ്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികനാണ് കേരളത്തിൻ്റെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് DRDO ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രാമകോടതിയുള്ള മണ്ഡലം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ദീപാവലി.
ദീപാവലിയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം. യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പ്രദേശം വർക്കല കുന്നുകൾ. വർക്കല കുന്നുകളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പ്രദേശം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്? സർവീസസ് ആണ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ? ജമ്മു കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി ഏത് പേരിൽ അറിയപ്പെടും? സേവാ തീർത്ത് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എന്ത്? ലോക് ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി? ന്യൂഡൽഹിയാണ് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത്? മിയാമി. അമേരിക്കയിലെ മിയാമിയിലാണ് 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത്? ഫ്രാൻസ് ആണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത്? ക്വാലാലംപൂറാണ് 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത്. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ വേദി? അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ വേദി. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള പന്ത്? ട്രിയോണ്ടയാണ് 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള പന്ത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്? ഐച്ചി നാഗോയ. ജപ്പാനിലെ ഐച്ചി നാഗോയയിലാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി? ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി. കേരള PSC ചെയർമാൻ? ഡോക്ടർ MR ബൈജു ആണ് കേരള PSC ചെയർമാൻ. UPSC ചെയർമാൻ? അജയ് കുമാറാണ് UPSC ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്? PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ? കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ? വാലേറ്റി പ്രേംചന്ദാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ? KV മനോജ് കുമാറാണ് നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ? ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ? ടി അസഫലിയാണ് കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി? എ ജയതിലകാണ് കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി. ഇന്ത്യയിലെ ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര.
ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എം പരീത് പിള്ള. എം പരീത് പിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശ്. PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ഗോവിന്ദ് മോഹനാണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. TV സോമനാഥനാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ നിലവിലെ താൽക്കാലിക CEO നിധി ചിബ്ബർ. നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ നിലവിലെ താൽക്കാലിക CEO. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് 26ാമത് RBI ഗവർണർ. നിലവിലെ SBI ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി. ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് SBI ചെയർമാൻ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. നിലവിലെ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടിയാണ് നിലവിലെ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി. മണ്ഡലം മലപ്പുറം. നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. CP ജോണാണ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി. മണ്ഡലം തിരുവനന്തപുരം. നിലവിലെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ. K മുരളീധരനാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി. മണ്ഡലം വട്ടിയൂർക്കാവ്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. വി ഹരിനായരാണ് നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയകിഷോർ രഹത്കർ. വിജയകിഷോർ രഹത്കറാണ് 9ാമത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ കേരള വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. സണ്ണി ജോസഫാണ് കേരള വൈദ്യുത വകുപ്പ് മന്ത്രി. മണ്ഡലം പേരാവൂർ. നിലവിലെ കേരള വനം നൈപുണ്യ വികസനം വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോണാണ് വനം നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി. മണ്ഡലം ചവറ. നിലവിലെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥാണ് കേരള ടൂറിസം വകുപ്പ് മന്ത്രി. മണ്ഡലം കുണ്ടറ. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? PK ബഷീർ. PK ബഷീറാണ് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മണ്ഡലം ഏറനാട്. 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R രാജശ്രീ വാര്യർ. R രാജശ്രീ വാര്യർക്കാണ് 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2024 ONV യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദുർഗപ്രസാദ്. ദുർഗപ്രസാദിനാണ്
2024 ONV യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? MR രാഘവ വാര്യർ. MR രാഘവ വാര്യർക്കാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? സീതാകാന്ത മഹാപാത്ര. സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി? PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥാണ് നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി. കേരള കൃഷി വകുപ്പ് മന്ത്രി? T സിദ്ദിഖ്. T സിദ്ദിഖാണ് കേരള കൃഷി വകുപ്പ് മന്ത്രി. മണ്ഡലം കൽപ്പറ്റ. കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി? ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയാണ് കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി. മണ്ഡലം കൊല്ലം. കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ്. OJ ജനീഷാണ് കേരള കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. മണ്ഡലം കൊടുങ്ങല്ലൂർ. കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? റോജി M ജോൺ. റോജി M ജോണാണ് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മണ്ഡലം അങ്കമാലി. കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി? KA തുളസി. KA തുളസിയാണ് കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. മണ്ഡലം കോങ്ങാട്. കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി? V അബ്ദുൽ ഗഫൂർ. V അബ്ദുൽ ഗഫൂറാണ് കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി. മണ്ഡലം കളമശ്ശേരി. കേരള നിയമസഭാ സ്പീക്കർ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭാ സ്പീക്കർ. മണ്ഡലം കോട്ടയം. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ? ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാനാണ് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. മണ്ഡലം അരൂർ. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ? G സുധാകരൻ. G സുധാകരനാണ് 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ. മണ്ഡലം അമ്പലപ്പുഴ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? KN ഹരിലാൽ. KN ഹരിലാലാണ് 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ? റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്? അജിത് ഡോവൽ. അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി? പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി. കേന്ദ്ര റെയിൽവേ മന്ത്രി? അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി? S രാജീവ് കുമാർ. S രാജീവ് കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? V സുനിൽകുമാർ. V സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. കേരള ദേവസ്വം വകുപ്പ് മന്ത്രി? K മുരളീധരൻ. K മുരളീധരനാണ് കേരള ദേവസ്വം വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? KM ഷാജി. KM ഷാജിയാണ് കേരളത്തിൻ്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. മണ്ഡലം വേങ്ങര. കേരള പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി? സണ്ണി ജോസഫ്. സണ്ണി ജോസഫാണ് കേരള പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി. കേരള റവന്യൂ വകുപ്പ് മന്ത്രി? AP അനിൽകുമാർ. AP അനിൽകുമാറാണ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി. മണ്ഡലം വണ്ടൂർ. സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? വിവ കേരളം. വിവ കേരളമാണ്
സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി. മിഠായിയാണ്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. താലോലമാണ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. ആശാധാരയാണ്. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. മൃതസഞ്ജീവനിയാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അമൃതം ആരോഗ്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം. ജ്യോതിസാണ്. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സല്ലാപമാണ്. മുതിർന്ന പൗരന്മാർക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന മറികടക്കാൻ വോളണ്ടിയർമാരുമായി ഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് കണ്ട് സംസാരിക്കാനുമായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. വയോമിത്രമാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. താലോലമാണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി. ആശ്വാസകിരണമാണ്. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി. 18 വയസ്സിന് താഴെ ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. ഹൃദ്യമാണ്. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. 2023 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി. മോഹൻലാലാണ്. 2023 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി. വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് 2026 പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകർ. കൊല്ലക്കയിൽ ദേവകിയമ്മയാണ്. വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് 2026 പത്മശ്രീ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക. നിയമരംഗത്തെ സംഭാവനകൾക്ക് 2026 പത്മവിഭൂഷൺ ലഭിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കെ ടി തോമസ് ആണ്. നിയമരംഗത്തെ സംഭാവനകൾക്ക് 2026 പത്മവിഭൂഷൺ ലഭിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ്. തമിഴ് സാഹിത്യത്തിനും കവിതയ്ക്കും നൽകിയ സംഭാവനകളെ മാനിച്ച് 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ആർ വൈരമുത്തുവാണ്. തമിഴ് സാഹിത്യത്തിനും കവിതയ്ക്കും നൽകിയ സംഭാവനകളെ മാനിച്ച് 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതി.
ശ്രുതിതരംഗമാണ്. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതി. ശ്രവണ വൈകല്യമുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി. ശ്രുതിമധുരമാണ്. ശ്രവണ വൈകല്യമുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി. നവജാത ശിശുക്കളിലെയും കുട്ടികളിലെയും കേൾവി പരിമിതികൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. കാതോരമാണ്. നവജാത ശിശുക്കളിലെയും കുട്ടികളിലെയും കേൾവി പരിമിതികൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. ശലഭമാണ്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ് 2026 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? തിരുവിഴ ജയശങ്കർ. നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാള നോവലിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? എൻ പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാള നോവലിനുള്ള പുരസ്കാരം നേടിയത്. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? കെ എസ് രതീഷാണ് 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി. ചങ്ങാതിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. സ്നേഹസാന്ത്വനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ശരണ്യ പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി. വയോ അമൃതമാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. സ്നേഹപൂർവമാണ് HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ശൈലിയാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. കെടാവിളക്കാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? അശ്വമേധം പദ്ധതിയാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതി.
സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. ആർദ്രമാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്. WIFS ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതി. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ബാലമിത്രയാണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. സുനീതിയാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീയാണ് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര്. 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. വൈക്കം രാമചന്ദ്രനാണ് 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? EP രാജഗോപാലിൻ്റെ ഗോപ എന്ന നോവലിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്.